കേരള സർക്കാർ പ്രഖ്യാപിച്ച ഓണക്കാല ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് ഇത്. മറക്കാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പെൻഷൻ വിതരണമാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർക്ക് 2 മാസത്തെ പെൻഷൻ തുകയായി മുൻകൂറായി ഓണത്തോടനുബന്ധിച്ച് ലഭിക്കും. അങ്ങനെ വന്നാൽ 2 മാസത്തെ തുകയായി 4000 രൂപയായിരിക്കും ഓരോ ഉപഭോക്താക്കൾക്കും ലഭിക്കുക. ഇനി വിതരണ രീതി വന്നിട്ടുള്ളത്, ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് തുക നേരിട്ട് ലഭിക്കും. മറ്റുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീട്ടിൽ എത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഭാവി മാറ്റങ്ങളെക്കുറിച്ച് നോക്കിയാൽ, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പെൻഷൻ വിതരണം പൂർണ്ണമായും ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാക്കാൻ സർക്കാർ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഈ കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു ആനുകൂല്യമാണ് സർക്കാർ ജീവനക്കാരുള്ള ആനുകൂല്യം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ പ്രത്യേക ഉത്സവ ഭത്തയും ലഭിക്കും. ഇനി സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. ഇതിനുള്ളത് ആശ്വാസകിരണം പദ്ധതിയാണ്. അതായത് കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കുള്ള പ്രതിമാസ ധനസഹായമായ 600 രൂപയിൽ നിന്ന് 1000 രൂപയായി ഇപ്പോൾ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വിശദമായ അറിയിപ്പുകൾക്കും ഇതുപോലുള്ള എല്ലാ അപ്ഡേഷനും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക.